ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗാണിത്. നമ്മൾ രാവിലെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ലാഡുവിനെ കണ്ടോ? ലാഡു ഒരുങ്ങി മുണ്ടൊക്കെ എടുത്ത് സുന്ദരനായിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഗായ്സ്. പോയിട്ട് വരാം. ഓക്കേ, നമ്മളങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തിയതാ. നമ്മൾ കാണുന്നതാണ് അമ്പലം. നമ്മളിവിടെ കിട്ടുന്ന കടയുടെ ഫ്രണ്ടിലാണ് ഗായ്സ് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയിട്ട് അടിച്ചി ഇവിടെ അത്ത ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കിട്ടുവിൻ്റെ കടയുടെ ഫ്രണ്ടിലിട്ട അത്തപ്പൂക്കളം. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ വേണ്ടി? നിങ്ങൾ എല്ലായിടത്തും കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അത്തപ്പൂക്കളമാണത്. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളമൊക്കെ കണ്ട് ആസ്വദിച്ചവിടെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോകും പ്രാർത്ഥിക്കാൻ വേണ്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ ഡാഡുവിന് അത്തപ്പൂക്കളമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡു അത്തപ്പൂക്കളമൊക്കെ കണ്ടു, അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൽ തരാം. കിട്ടുവിൻ്റെ കടയുടെ തൊട്ടടുത്താണ് ഗൈസ് അമ്പലം. കണ്ടോ? തൊട്ട് ഓപ്പോസിറ്റാണ് കൊല്ലായിൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. അങ്ങനെ ഞാൻ ഡാഡൂസും കൂടെ നടന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ്. പോയിട്ട് നമ്മളിപ്പോൾ വരും. ഓക്കെ, നമ്മളപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇതാ വീണ്ടും കിട്ടുവിൻ്റെ കടയുടെ ഫ്രണ്ടിൽ തിരിച്ചെത്തി. കിട്ടു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. കിട്ടുവിന് ഓണമായിട്ട് എന്താണ് പറയാനുള്ളത്? നല്ല ഓണം. ഓക്കെ, പൊന്നോണം. ഓക്കെ ഡാഡി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേറൊരു സ്ഥലത്ത് അത്തം കാണാൻ വേണ്ടി പോയി. കുറേ സ്ഥലത്ത് അത്തം കാണാൻ പോയി, എല്ലാ വീഡിയോസും എടുത്തില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ അത്തം കണ്ടു. വലിയൊരു അത്തമായിരുന്നു. ഡാഡുവിന് അത്തമൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം അത്തമൊക്കെ കണ്ട് തളർന്ന് ഡാഡു അച്ഛൻ്റെ തോളിലിരുന്ന് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ചെറിയ ചില പരിപാടികളും കൂടെ ഉണ്ട്, അതും കൂടെ തീർക്കാൻ വേണ്ടി. ഞാൻ ഡാഡുവിൻ്റെയും കിട്ടുവിൻ്റെയും ബേക്കിൽ നിന്ന് ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ വീട് എത്താറായിരിക്കുകയാണ് ഗായ്സ്. ഞാൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി തളർന്നു. അങ്ങനെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുവാണ്. ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് 2 ജോലിയുണ്ട്. ഒന്ന് പായസം വയ്ക്കുക, ഒന്ന് അച്ചാർ വയ്ക്കുക. മാങ്ങ അച്ചാറാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പായസവും അച്ചാറും വെച്ചിട്ട് വരാം. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണ്. അതിനുശേഷം ഡാഡൂസുമായിട്ട് കുറച്ച് കളിക്കുകയാണ്. ഡാഡുവും അമ്പലത്തിൽ പോയിട്ടൊന്ന് ക്ഷീണത്തിൽ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ട് നമുക്ക് അച്ചാർ വയ്ക്കാൻ പോകാം. അമ്മ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ വയ്ക്കുന്ന അച്ചാർ ഒത്തിരി ഫേമസ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് അച്ചാർ വയ്ക്കുന്ന ഡ്യൂട്ടി കിട്ടിയത്. അങ്ങനെ നമ്മൾ അച്ചാർ വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വയ്ക്കുന്ന ഫേമസ് ആയിട്ടുള്ള അച്ചാർ. എന്നെ പൊക്കി പറയാൻ ഞാൻ മാത്രം മതി ഗൈസ്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വെച്ച അച്ചാറൊക്കെ കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിൽക്കുകയാണ്. പക്ഷെ നല്ല അച്ചാറാണ് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ സദ്യ ഇവിടെ വന്നു. ചോറ്, പരിപ്പ്, പപ്പടം, പഴം, തോരൻ, അവിയൽ, കൂട്ടുകറി, കിച്ചടി, പച്ചടി, അച്ചാർ, അങ്ങനെ എല്ലാ കറിയും ചേർത്ത് സദ്യ കഴിക്കുകയാണ്. ഇത് കിട്ടുന്ന ഫ്രണ്ട്സാണ് കേട്ടോ. അവർ നമ്മൾ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പിള്ളേരൊക്കെ ആദ്യം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഡാഡൂസിന് സദ്യ കൊടുക്കുവാണ്. കണ്ടോ ഗൈസ്, എൻ്റെ ഡാഡൂസിൻ്റെ ആദ്യത്തെ ഓണമാണത്. നമ്മളൊരു ഇലയിൽ ഡാഡുവിന് കുറച്ച് സദ്യയൊക്കെ കൊടുത്തു. ഡാഡു സ്വന്തമായി വാരി കഴിക്കുകയാണ്. അവൻ ഒരുപാടൊന്നും കഴിക്കാറായിട്ടില്ല, കുറച്ച് ഒരു ഫോർമാലിറ്റിക്ക് ഇരുത്തിയതാണ്. അങ്ങനെ അവൻ കുറച്ച് ചോറൊക്കെ വാരി കഴിച്ച് നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിരിക്കുവാണ്. ഇനി ഡാഡൂസ് സദ്യ കഴിച്ചിട്ട് വേണം നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റിംഗ് ആണ് ഗായ്സ്. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ക്ഷീണത്തിൽ നമ്മളെല്ലാവരും കൂടെ പുറത്തിങ്ങനെ നിൽക്കുവാണ്. ഇവനെന്തോ കോമഡി പറഞ്ഞു, അത് കേട്ട് ഞാൻ ചിരിക്കുകയാണ് ഗൈസ്. കിട്ടു, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച പായസം പിന്നെ സൂപ്പർ. ഞാൻ വെച്ച അച്ചാർ അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് പറയാം. കൊള്ളാം. ഞാൻ എൻ്റെ കുക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം നന്നായിരിക്കുന്നു, നല്ല ഫുഡാണ്. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ബൈ. നമ്മൾ അത്തമിടാൻ പോവുകയാണ് ഗൈസ്. നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അത്തമിടുന്നത്. കിട്ടു ഇവിടെ തറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്തമിടും. അങ്ങനെ അത്തമിടുകയാണ് ഗൈസ്. എല്ലാവരും അത്തമിട്ട് കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് അത്തമിടുന്നത്.
അങ്ങനത്തെ നമ്മുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിശേഷം. നമ്മുടെ അടുത്ത് 2-3 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസാണ്. കിട്ടു ഉച്ചയ്ക്ക് ശേഷം വർക്കിനൊക്കെ പോയി. നമുക്ക് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഓണം, ഡാഡൂസിൻ്റെ ഫസ്റ്റ് ഓണം, അതാണ് നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അത് വളരെ മനോഹരമായി കഴിഞ്ഞു. ഡാഡു സദ്യ കഴിച്ചു, അത്തം കണ്ടു, ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.